ഇയാളെ റിക്രൂട്ട് ചെയ്ത് ഇയാളെ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞപ്പോൾ ഇയാളെ പോസ്റ്റ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്ന് ഇയാൾക്കറിയില്ല. അതൊരു സിഖ് ഡോമിനേറ്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ്, അതായത് ഹിന്ദുക്കളുണ്ട്, പക്ഷെ ക്രിസ്ത്യാനികൾ ആരും ഇല്ല. അപ്പൊ ഇയാളൊരു അസ്ഥിയിൽ പിടിച്ച ക്രിസ്ത്യാനിയാണ്. അങ്ങനെ ഒരാളെ അവിടെ കൊണ്ടിടുകയും വിടാതിരിക്കാമല്ലോ അവർക്ക്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇയാൾ വലിയൊരു തീവ്രവാദ വിശ്വാസിയാണ്, അപ്പോൾ ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഏരിയ വരും. അങ്ങനെയാണെങ്കിൽ ഒരു ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഇയാൾക്ക് പകരം വേറൊരാളെ നിയമിക്കാമായിരുന്നു. അതെന്തുകൊണ്ട് ചെയ്യാതിരിക്കുകയും ഇയാളെ കോൺസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവന്ന് ഇടിച്ചിടിച്ചിടിച്ച് അതൊരു സംഗതി റിപ്പീറ്റ് ചെയ്തിട്ട് അവസാനം ഇയാളെ തട്ടിക്കളയുകയും ചെയ്ത് അത് അവർക്ക് അറിയാൻ കഴിയേണ്ടതാണ്. ഇത് തിരിച്ച് ഞാൻ ചോദിക്കുകയാണ്, ഒരു മുസ്ലിം ഓൺലി റെജിമെന്റ് ആണ്, അല്ലെങ്കിൽ പ്രിഡോമിനന്റ്ലി മുസ്ലിംസ് ആണ്, ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു പട്ടാളക്കാരന് ഇടുമായിരിക്കും. പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞു, അയാളെ ഈ പറയുന്നൊന്നും അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചിലർ ചെയ്യാറുണ്ട് കേട്ടോ. ചിലർ വ്രതമൊക്കെ എടുക്കുന്ന ഒരുപാട് പേര് ആർമിയിലൊക്കെ ഉണ്ട്. അവർ ഒരു ഐക്യദാർഢ്യം എന്നുള്ള നിലയിലൊക്കെ ചെയ്യാറുണ്ട്, പോട്ടെ, അത് അവർക്ക് താല്പര്യം. പക്ഷെ അങ്ങനെ താല്പര്യം ഇല്ലെങ്കിലുള്ള പൈസ എന്ന് പറയും, അവരെ നിർബന്ധിക്കില്ല. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലർ നമ്മുടെ പഴയ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് അവ എല്ലായിടത്തും പോകും. ആദ്യം സെബാസ്റ്റ്യൻ എൻ്റെ പള്ളിയിൽ പോകും, പിന്നെ അത് ചെയ്യും, എന്നിട്ട് എല്ലാ പൂജയൊക്കെ നടത്തിയിട്ടാണ് ഒരു ബോൾ എറിയുന്നത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ് അവരെതിരാണെങ്കിൽ എന്നുള്ളതാണ് വിഷയം. അവര് എല്ലാ മതത്തിലും വിശ്വസിക്കുന്നവരായിക്കോട്ടെ, അത് അവരുടെ റൈറ്റ് അല്ലേ. ഒരു ഇതിൽ മാത്രം വിശ്വസിക്കാവുന്ന നിയമമുണ്ടോ? എന്റെ വാദം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് ഈ പട്ടാളത്തിൽ ഈ പള്ളിയും ഗുരുദ്വാരയും അമ്പലവും ഇതും ഇതൊക്കെ മതം വെച്ചുകൊണ്ട് എന്തിനാണ് ഈ പട്ടാളം കളിക്കുന്നത്? മതം പഠിപ്പിക്കാൻ ആളുകളുണ്ടെന്നേ അവിടെ പട്ടാളത്തിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. മുസ്ലിം, മുക്രി, പൂജാരി, ഗ്രേഡ് 2 ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തില്ലേ പണ്ഡിറ്റ്ജി. എന്തിനാണ് ഇവർ പറയുന്നത്? അപ്പൊ ഇവർ പറയുന്നതനുസരിച്ച് ഈ മതം ഉരുട്ടി വിഴുങ്ങിക്കൊണ്ട് നടക്കുന്നവർ എന്തോ വലിയൊരു സേവനം ചെയ്യുന്നു. ഈ മതം കാരണമാണ് ഇന്ന് നിലനിൽക്കുന്ന മാ കാളി, പിന്നെ ബജറംഗ് ബലിയൊക്കെയാണ് ഈ പറയുന്ന ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു ധാരണ വരുത്തുന്നു. ഒരു മതത്തിന്റെ വലിയൊരു പ്രൊമോഷനായിട്ട് ആർമി മാറി നിൽക്കുകയാണ്. ഒരു സിവിലായിട്ടുള്ള ഒരാൾക്കുള്ള ഒരു അവകാശം പോലും ഇല്ല. ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാപനമാണ്. ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയുടെ നമ്പർ 1 പില്ലറാണ്. അതായത് ഇന്ത്യ എന്നുള്ള ബോധം, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ നിലനിർത്തുന്ന 10 ഘടകങ്ങളെ നമ്പർ 1 ഇന്ത്യൻ ആർമിയാണ്. ഏറ്റവും ലാസ്റ്റാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വരുന്നത്. ഹലാൽ ഫുഡ് അവിടെ നൽകാൻ അനുവദനീയമാണ് എന്ന് കണ്ടു. ഇതാണ് ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ് ഓൾവേസ് അക്കോമഡേറ്റ് വെജിറ്റേറിയൻ, ജെയിൻ, ഹലാൽ ആൻഡ് ഈവൻ സ്പെഷ്യൽ റിലീജിയസ് ഡയറ്ററി നീഡ്സ്, ഹിന്ദു, മുസ്ലിം, സിഖ്, ഫാസ്റ്റിംഗ് ഡേയ്സ് ആൻഡ് അത് മതപരമായ ഒരു ഭക്ഷണമല്ലേ? അപ്പൊ അത് കഴിക്കരുത് എന്ന് നിഷേധിക്കാൻ അവകാശം ആർമിയിലുള്ള ആളുകൾക്കുണ്ടോ? എന്റെ പോയിന്റ് എങ്ങനെയായിരുന്നു? അതിന് പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ ആഹാര രീതി, ഈ ഫാസ്റ്റിംഗ്, ഇതൊക്കെ അനുവദിക്കുന്നു. അതിനകത്തുള്ള ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നാണ് പറയുന്നത്, റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു മുസ്ലിമിന് താൻ ഹലാൽ ഫുഡ് കഴിക്കുള്ളൂ എന്ന് നിർബന്ധിച്ചാൽ കുഴപ്പമില്ല, ഇല്ല, ആർമിയിൽ നിലനിൽക്കാം. വളരെ കോൺട്രഡിക്ടറി ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്റെ ഒരു വാദം തന്നെ ഇതാണ്. ഈ ആഹാരം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ, ഞാൻ പട്ടിയിറച്ചിയുടെ കാര്യം പറഞ്ഞതാണ്. ഐ കൺസിഡർ ദിസ് ആസ് എ ഡിസ്ക്രിമിനേഷൻ, റിലീജിയസ് ഇൻടോളറൻസ്. ഭക്ഷണ കാര്യത്തിൽ ഇത് അനുവദിക്കുന്നു എന്ന് പറയുന്നവർ എന്തുകൊണ്ട് കുറച്ചുകൂടെ ഈ ഭക്ഷണം നിനക്ക് പട്ടിയുടെ ആഹാരം കഴിക്കാൻ കഴിയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ബ്രെയിൻ അങ്ങനെ അതിനെ റിവോൾട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെയല്ലോ നിങ്ങളൊരു വിശ്വാസം ശരിക്കും കോർ വിശ്വാസമാണ്, അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല സാർ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അത് സത്യമാണോന്നില്ല, പക്ഷെ അവരെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ പട്ടിയെ തിന്നാത്തതും നമ്മളെ പട്ടിയെ തിന്നാൽ ചത്തു പോകുന്നുണ്ടെന്നല്ലോ, നമുക്കത് ഇഷ്ടമല്ല, മറ്റൊരു ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടങ്ങൾ ആണല്ലോ. ഇത് രണ്ടും രണ്ട് തട്ടിൽ കാണുന്നതിനെതിരെയാണ് ഞാൻ പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ ഡിവിഷൻ ഉണ്ടാക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള തീരുമാനം. അതുകൊണ്ടാണ് കോർട്ട് മാർഷ്യൽ അവർ ഒഴിവാക്കിയത്. കോർട്ട് മാർഷ്യൽ ഇന്ത്യയിൽ ഈ സാമുവൽ കമലേശനെ വെച്ചുകൊണ്ട് ഒരു പരസ്യമായ കോർട്ട് മാർഷ്യൽ വരികയും അതിന്റെ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അതൊരു വലിയ പ്രശ്നമായി വരും. പിന്നെ പട്ടാളത്തിലാണെങ്കിലും സിവിൽ സർവൻസിനാണെങ്കിലും നമുക്ക് എഴുതപ്പെട്ട പെരുമാറ്റച്ചട്ടങ്ങളില്ലേ, അപ്പോൾ അതിന്റെ ലംഘനമായിട്ടാണോ ഇത് വരുന്നത്? യെസ്, ഓഫ് കോഴ്സ്, അതാണ് കോടതി പറഞ്ഞത്. അപ്പോൾ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അത് നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടാണോ സംഭവിക്കുന്നത്? കോടതി ഒരു കാര്യം പറഞ്ഞാൽ നിയമവ്യവസ്ഥയ്ക്ക് എതിരാണ് എന്നതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ ഒരു വിഷയമുള്ളത്, നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇപ്പൊ സ്ത്രീകൾ എങ്ങനെയാണ് പട്ടാളത്തിൽ ചേർന്നത്, എങ്ങനെയാണ് CAA മുസ്ലിം ഫിൽറ്ററിനെ നമ്മൾ എതിർക്കുന്നത്. ഇതൊക്കെ 1948 ശേഷം ഭരണഘടന വന്നതിന് ശേഷം, പൗരാവകാശങ്ങൾ വന്നതിന് ശേഷം, ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതികൾ വന്നതിന് ശേഷം ഇന്ത്യയിലെ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ചിന്താഗതിയിലും പൗരന്റെ അവകാശത്തിലുണ്ടായ മാറ്റങ്ങൾ അത് ഉൾക്കൊള്ളണം. നിങ്ങൾ ബ്രിട്ടീഷ് റെജിമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ചാണോ ഇന്ത്യയിലെ ഒരു ഡൽഹി ഹൈക്കോടതി പോലെയുള്ള ഒരു സ്ഥാപനം 2025 വിധി പറയേണ്ടത്? അങ്ങനെയാണ് LGBT ഇതേ കോടതിയല്ലേ ഭയങ്കര പുരോഗമനമായിട്ടുള്ള വിധി പ്രഖ്യാപിച്ചത് LGBTQ കാര്യത്തിൽ, ഇല്ലേ?